നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ ഹക്സിൻ്റെ NLP സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് NLPയുടെ ഡെഫിനിഷൻ എന്താണ് എന്നാണ്. NLP ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അതിൽ ന്യൂറോ പാർട്ട്. ന്യൂറോ എന്ന് പറഞ്ഞാൽ ന്യൂറോളജി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ വികാരങ്ങളും വിചാരങ്ങളും, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, ഹൗ വി തിങ്ക്, അതാണ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നെർവസ് സിസ്റ്റം, അതാണ് ലിംഗ്വിസ്റ്റിക്സ്. നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജസ്, അത് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, നമ്മൾ ബാക്കിയുള്ളവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ലിംഗ്വിസ്റ്റിക് ഭാഷ. ഇതിൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയോ നമ്മൾ ഉപയോഗിക്കുന്ന സംസാര രീതിയോ മാത്രമല്ല. അത് മാത്രമല്ല വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. നമ്മളുടെ സെൻസസ് വഴി, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മൾ എടുക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാ ഇൻഫർമേഷനും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് എടുക്കുന്നത്. ആ 5 സെൻസസും ഇതിൽ ഉൾപ്പെടും. അഥവാ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്, ഇതിൽ നമ്മളുടെ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ സീക്വൻസ് ചെയ്ത് ചെയ്യുന്ന പ്രോഗ്രാംസ്, കാര്യങ്ങൾ. നമ്മളൊരു കോഡ് എഴുതുകയാണെങ്കിൽ നമ്മൾ അത് പ്രോഗ്രാം ചെയ്യുകയാണ്. ഒരു ലോഗിനാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യും എങ്ങനെ ലോഗിനിലെത്തും. അതുപോലെ നമ്മൾ സീക്വൻസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, അതാണ് പ്രോഗ്രാമിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ന്യൂറോൺസ്, ഇത് സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ ബയോളജിക്കലി പറഞ്ഞാൽ നമ്മുടെ ഈ ന്യൂറോൺസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചത്, 9ലാണെന്നാണ് എൻ്റെ വിശ്വാസം, 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലാക്കും. എന്ന് വെച്ചാൽ ഇത് വളരെ ഹൈ ലെവലായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ബയോളജിക്കലി നമ്മൾ ചേഞ്ച് ആകുന്നോ, മ്യൂട്ടേഷൻ ഉണ്ടാകുന്നോ, നമ്മൾ എക്സ്പെൻഡ് ആകുമെന്നോ അല്ല ഇതിൻ്റെ അർത്ഥം. ഈ ചേഞ്ചസ് ആണ് നമ്മൾ ന്യൂറോൺസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന, നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി മാറ്റുന്നത്. ഇനി ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഈ NLP എന്ന് പറയുന്നത് സ്യൂഡോ സയൻസ് ആണ്. NLP എന്ന് പറയുന്നത് എംപെരിക്കൽ അല്ല, എന്ന് വെച്ചാൽ നമുക്ക് പ്രൂവ് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റിയ സാധനമല്ല എന്നൊക്കെ പറഞ്ഞ് അതിനൊരു വാദഗതി വേറെയുണ്ട്. അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട, നിങ്ങൾ എപ്പിസോഡുകൾ കാണുക. കാരണം നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ്, അലോപ്പതി ഡോക്ടേഴ്സ്, ആയുർവേദ ഡോക്ടേഴ്സ് ആയുർവേദം കൊള്ളില്ലാന്ന് പറയും, ആയുർവേദം ഡോക്ടേഴ്സ് ഹോമിയോപ്പതി കൊള്ളില്ലാന്ന് പറയും, ഹോമിയോപ്പതി ഡോക്ടേഴ്സ് നമ്മുടെ യുനാനി കൊള്ളില്ലാന്ന് പറയും, യുനാനി ഡോക്ടേഴ്സ് മറ്റ് പലതും കൊള്ളില്ലാന്ന് പറയും. അങ്ങനെ പരസ്പരം പറയുന്നതാണ്. സൈക്കാട്രിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ NLP എന്ന് പറയുന്നത് സ്യൂഡോ സയൻസ് എന്ന് മാത്രമേ പറയുകയുള്ളൂ. ഇനി ഒരു ഡെഫിനിഷനായിട്ട് നമ്മൾ NLPയെ കുറിച്ച് പറയാനാണെങ്കിൽ, NLP എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് മോഡൽസ്, വേറെ കുറച്ച് സെറ്റ് ഓഫ് സ്ട്രാറ്റജീസ്, വേറെ കുറച്ച് സെറ്റ് ഓഫ് ടെക്നിക്സ്, ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ്. ഇത് കൂടിച്ചേർന്ന് നമ്മുടെ ലാംഗ്വേജസ് നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി, അത് കൊണ്ട് നമുക്കുണ്ടാകുന്ന റിസൾട്ട്സ് എങ്ങനെ കിട്ടുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. കൃത്യമായ ഡെഫിനിഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, NLP comprises of models, techniques and strategies to help us understand how the language we use influences the way we think and the results we get. ഇങ്ങനെ നമുക്കൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയാം. NLP എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് അധികം പഴയതൊന്നുമല്ല, ഒരു 1970s ഇത് കണ്ടുപിടിച്ചത്. ജോൺ ഗ്രൈൻഡറും റിച്ചാർഡ് ബാൻഡ്ലറും പറഞ്ഞ 2 ആൾക്കാരാണ് ഇതിന് രൂപം നൽകിയത്. ജോൺ ഗ്രൈൻഡർ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു, കാലിഫോർണിയയിലെ ലിംഗ്വിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ജോൺ ഗ്രൈൻഡറുടെ അഭിപ്രായത്തിൽ, ജോൺ ഗ്രൈൻഡറുടെ തന്നെ വാക്കുകളിലാണ്, NLP എന്ന് പറഞ്ഞാൽ ഒരു വളരെ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സ്ട്രാറ്റജിയാണ്. അത് പല പാറ്റേൺസിനെ കണ്ടുപിടിക്കാനും അതിൻ്റെ യൂട്ടിലൈസേഷനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്സിലറേറ്റഡ് ലേണിംഗ് സ്ട്രാറ്റജിയാണ് ജോൺ ഗ്രൈൻഡറുടെ അഭിപ്രായത്തിൽ. അതായത് NLP is an accelerated learning strategy for the detection and utilization of patterns in the world. അതാണ് ജോൺ ഗ്രൈൻഡറുടെ അഭിപ്രായത്തിൽ. റിച്ചാർഡ് ബാൻഡ്ലർ പറയുന്നത് ഒരു സ്റ്റുഡൻറ് ഓഫ് സൈക്കോളജി ആയിരുന്നു, അതും അദ്ദേഹവും കാലിഫോർണിയയിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ NLP എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു മെത്തഡോളജിയാണ്. അത് ഒരുപാട് ടെക്നിക്സ് കൊണ്ട്
സമ്പുഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ NLP is an attitude and a methodology which leaves behind a trail of techniques. ഇതാണ് NLPയുടെ ഒരു ഡെഫിനിഷൻ അഥവാ രത്നചുരുക്കം, നിങ്ങൾക്ക് ഡെഫിനിഷൻ വൈസ് അറിയണമെങ്കിൽ. ഓക്കെ, നമുക്ക് ബാക്കി ഡീറ്റെയിൽസുമായിട്ട് അടുത്ത വീഡിയോസ് കാണാം. ടിൽ ദെൻ, ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, ബൈ ബൈ.